കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നെക്ക് ഡിസൈൻ എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ എന്റെ കയ്യിലുള്ള ക്ലോത്ത് ആണ് എടുത്തത്. ഇതൊരു റെഫറൻസ് വീഡിയോ ആണ്. ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതുപോലുള്ള ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാ ചെയ്യാന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ കയ്യിലുള്ള ക്ലോത്ത് ആണ് ഞാൻ എടുത്തത്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. താഴ്ഭാഗത്തേക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക, എന്നിട്ട് മുകളിൽ പ്ലെയിൻ ക്ലോത്ത് എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഫ്രണ്ടിലേക്കുള്ള പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബാക്കിലേക്കും കൂടി എടുക്കണം. നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ, 7.5 ഇഞ്ചാണ് ആം ഹോൾ. ആദ്യം നമ്മൾ ബാക്കിൽ ആം ഹോൾ ആണ് വരയ്ക്കുന്നത്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഫ്രണ്ടിൽ ആം ഹോൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലുള്ള അളവുകളൊക്കെ നിങ്ങളുടെ അളവ് പ്രകാരം നിങ്ങൾ മാർക്ക് ചെയ്യുക. എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അളവ് പ്രകാരം കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലെ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാൻവാസ് പേപ്പർ വേണം. 11 ഇഞ്ച് ലെങ്ത്തും 14 ഇഞ്ച് വിടുത്തുള്ള ക്യാൻവാസ് പേപ്പർ ആണ് എടുക്കുന്നത്. 14 ഇഞ്ച് വിടുത്ത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ 7 ഇഞ്ചാണ്. അപ്പൊ അത് ഒരു സൈഡിലേക്ക് മടക്കി ഇടുന്ന സമയത്താണ് 7 ഇഞ്ച്, നിവർത്തി ഇടുമ്പോൾ 14 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ 14 ഇഞ്ച് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം ക്യാൻവാസ് പേപ്പറിന്റെ വിടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വിടുത്ത് പ്രകാരം കറക്റ്റ് രണ്ടാക്കി മടക്കുക. രണ്ടാക്കി മടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷോൾഡറിന്റെ കറക്റ്റ് അളവ് 7 ഇഞ്ചാണ് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. എന്തെങ്കിലും ഒരു ലെവൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് ആയിട്ട് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നെക്ക് വിഡ്ത്ത് ഉണ്ടെങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തത് കേട്ടോ. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ചെയ്യാൻ പോകുന്ന ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തു, അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടു. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഡിസൈനിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് എടുത്തു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകൾ മാറ്റാട്ടോ. പിന്നെ വീനെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നെക്ക് വിഡ്ത്ത് ഉണ്ടാവുമ്പോഴാണ് കാണാൻ ഭംഗി. അപ്പൊ വിഡ്ത്തിന്റെ ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലെങ്ത്തിന്റെ ഭാഗത്തേക്ക് വരാം. ഞാൻ സാധാരണ ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കാറ് 6 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുക, 6 ഇഞ്ചാണ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ എത്രയാണോ ഇറക്കം കൊടുക്കുക എന്ന് വെച്ചാൽ ആ ഇറക്കം മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ലെങ്ത് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, വിഡ്ത്തായിട്ട് നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുത്തത്, ലെങ്ത് ആയിട്ട് നമ്മൾ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വരച്ചു വരുമ്പോൾ ആ ഒരു കറക്റ്റ് വി ഷേപ്പ് നമുക്ക് കിട്ടുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ മുകളിൽ 4 ഇഞ്ച് വിഡ്ത്ത് തന്നെ കൊടുത്തു, അതേ 4 ഇഞ്ച് തന്നെ ഇറക്കവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വി ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഇതേപോലെ കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങൾ 3 ഇഞ്ചാണ് ആ ഒരു വിഡ്ത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ 4.5 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ചായിട്ട് കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു വി ഷേപ്പ് കിട്ടുള്ളൂ. ഇനി മാർക്ക് ചെയ്ത അളവ് പ്രകാരം വരയ്ക്കാം. ആദ്യം നമ്മൾ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് വി ഷേപ്പ്, അതായത് വീനെക്കാണ് കൊടുക്കുന്നത്, ആ വീനെക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. പിന്നെ നമ്മൾ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് നമ്മൾ ആ ഡിസൈനിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വിഡ്ത്ത് ഉണ്ട്. അതേപോലെ 4 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. അതും സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് വി ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റ് നമുക്ക് ആ ഒരു വി ഷേപ്പ് കിട്ടുന്നത് മുകളിൽ 2.5 ഇഞ്ചും താഴെ ലെങ്ത് ആയിട്ട് 4 ഇഞ്ചും എടുത്തത് കൊണ്ടാണ്. സെയിം ഒരേപോലത്തെ അളവ് നമ്മൾ വിഡ്ത്തും ലെങ്ത്തും എടുത്താൽ നമുക്ക് ആ ഒരു വീനെക്ക് ഷേപ്പ് കറക്റ്റ്, ആ ഒരു വി ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തു, 2.5 ഇഞ്ച് നമ്മൾ ഈ ഒരു ഡിസൈനും കൊടുത്തു. അപ്പൊ ഒട്ടാകെ നമുക്ക് 6 ഇഞ്ച് പോകും. പിന്നെ ബാക്കി 1 ഇഞ്ചാണ് ഉണ്ടാവുക. ആ 1 ഇഞ്ചിൽ നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യും. പിന്നെ ഒരു 1/2 ഇഞ്ച് മാത്രമേ നമ്മുടെ മെയിൻ ക്ലോത്ത് കാണുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. നെക്ക് ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള വി ഷേപ്പ് കഴിഞ്ഞിട്ട് 1 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്നും കൂടി ഒരു വി ഷേപ്പ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ആ 1 ഇഞ്ചിൽ വരച്ചിട്ടുള്ള ഷേപ്പ് പ്രകാരം വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കറക്റ്റ് അളവ് പ്രകാരം അല്ല, നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 1 ഇഞ്ച് പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കറക്റ്റ് നമ്മുടെ സെന്ററിൽ ഇരിക്കുന്ന വീനെക്ക് ഉണ്ടല്ലോ, അതും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റ് നമ്മുടെ വീനെക്ക് നമ്മൾ അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ നെക്ക് ഡിസൈനിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഷേപ്പ് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തത്. അതേപോലെ നമ്മൾ ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ അയൺ ചെയ്യുക. അയൺ ചെയ്തതിന്റെ ശേഷം 4 സൈഡിലും, അതായത് എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസിൽ നമ്മൾ ഈ ഒരു ഷേപ്പ്, അതായത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒട്ടാകെ കൊടുത്തിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 3 ഇഞ്ച് നമ്മുടെ നെക്ക് വിഡ്ത്തും 2.5 ഇഞ്ച് ഈ ഒരു നെക്കിന്റെ ഷേപ്പിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ 6 ഇഞ്ചാണ് കൊടുത്തത്. ആ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ലെങ്ത് ആയിട്ട് നമ്മൾ കൊടുത്തത് 10 ഇഞ്ചാണ്. അതായത് 6 ഇഞ്ച് ലെങ്ത്തും
4 ഇഞ്ച് ഈ ഡിസൈനിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ 10 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് അടയാളപ്പെടുത്തിയത്. ആ 10 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലൊരു വി ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് വരയ്ക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച സെയിം അളവ് നമ്മൾ ഇതിലേക്കൊന്ന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ കറക്റ്റ് അളവാണ്. അപ്പൊ ഈ കറക്റ്റ് അളവിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് പോകും. അപ്പൊ പിന്നെ നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ എടുത്തിട്ടുള്ള അളവും ഈ അളവും തമ്മിൽ വേരിയേഷൻസ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളോട്ടേക്ക് നീക്കിയിട്ട് അടയാളപ്പെടുത്തുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്കാണ് കേട്ടോ, ഉള്ളോട്ട് നീക്കിയിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇപ്പൊ അടയാളപ്പെടുത്തിയ അളവ് പ്രകാരം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടുള്ളൂ. മറ്റ് കറക്റ്റ് അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് ഒന്നും കൂടി ഉള്ളോട്ടേക്ക് പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസൈൻ പ്രകാരം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ടിലെ പീസിന്റെ അതേ അളവിൽ ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ലൈനിങ്ങിന്റെ നല്ല വശം അതിന്റെ മുകളിലായിട്ട് ഫ്രണ്ടിലെ പീസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തത്. അപ്പം അതിന്റെ നല്ല വശം, അതായത് ലൈനിങ്ങിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ് വെക്കുന്നത്. കാരണം ഫ്രണ്ടിലെ പീസിലാണ് നെക്ക് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ലെങ്ത് ആയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾ ലൈനിങ് ഇല്ലാണ്ടാണ് ചുരിദാർ ചെയ്യണേന്ന് വെച്ചാൽ ഈ ഒരു പീസ്, അതായത് ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതേപോലെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം കറക്റ്റ് ആ വി ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് തുടങ്ങിയിട്ട് സെന്ററിൽ എത്തുന്ന സമയത്ത് സൂചി അവിടെ ഇറക്കി നിർത്തുക. എന്നിട്ട് കൂട്ടർ പൊക്കി കൊടുത്തിട്ട് ക്ലോത്ത് ഒന്ന് ചരിച്ച്, അതായത് നീക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് മുകളിലേക്കും ഇതേപോലെ നമ്മൾ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ചിൽ ക്ലോത്ത് അവിടെ വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫ്രണ്ടിലെ ക്ലോത്ത് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം അതായത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ലൈനിങ്ങും നമ്മൾ ഈ കൊടുത്തിട്ടുള്ള, നമ്മൾ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടില്ലേ, ആ പീസും ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഈ വി ഷേപ്പ് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ലൈനിങ് ഉള്ളോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ഇതേപോലെ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ലൈനിങ് ഉള്ളോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നീക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാതെ കുറച്ച് നീക്കിയിട്ട്, ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത്, അതായത് ഇപ്പൊ ഇത്രയും വലിയ നെക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഇനി നമ്മുടെ നെക്ക് ഡിസൈൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ 2 സ്റ്റിച്ചും കൂടി സൈഡിലൂടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് വരുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം കൊടുക്കുന്ന സ്റ്റിച്ച് കുറച്ച് നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എടുക്കാം. നമ്മൾ ഇതേപോലെ ലൈനിങ്ങിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്ത പീസിന്റെ നല്ല വശം വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശമാണ് വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വലിയ ഡിസൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു വി ഷേപ്പ് ഔട്ടർ ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ നെക്ക് ഡിസൈൻ വരുന്ന ഭാഗത്ത് കൊടുക്കരുത് കേട്ടോ. അതല്ലാണ്ട് സൈഡിൽ വരുന്ന ഏതെങ്കിലും 2 ഭാഗങ്ങളുണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും, അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൈഡിൽ മാത്രം കൊടുക്കാനേ പറ്റുള്ളൂ. താഴെ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഓപ്പൺ ആണ്. ആ ചെറിയ ഓപ്പണിലൂടെ നമുക്കിത് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് താഴെ കൊടുക്കണ്ട. പിന്നെ മുകളിലും കൊടുക്കാൻ പറ്റില്ല. മുകളിൽ നമ്മുടെ നെക്ക് ഡിസൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് മുകളിലും കൊടുക്കാൻ പാടില്ല. ബാക്കി 2 സൈഡിലായിട്ട് എവിടെയെങ്കിലും അത്യാവശ്യം വലിയൊരു ഓപ്പണിങ് കൊടുക്കുക. കാരണം അതുവഴി വേണം നമുക്കിത് മറിച്ചെടുക്കാൻ വേണ്ടി. ഇതേപോലെ ഞാൻ സൈഡിൽ ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഷേപ്പ് എങ്ങനെയാണോ അത് പ്രകാരം 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഓപ്പണിലൂടെ നമ്മൾ ഈ പീസിനെ ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട്. അതായത് നല്ല വശം പുറത്തേക്ക് എടുക്കുക കേട്ടോ. കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് കൊടുക്കുക കേട്ടോ. ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഒക്കെ ചുക്കി ചുളിഞ്ഞു പോകും. അപ്പൊ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് തന്നെ കൊടുത്തിട്ട് ഇത് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം. ഓപ്പൺ ആയിട്ടുള്ള ആ ഭാഗം നമ്മൾ ഉള്ളോട്ടേക്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പീസ് ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ആ സൈഡ് അടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ സൈഡും, അതായത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് പതിച്ചും കൂടി അടിക്കുക.
അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള പീസ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും നിങ്ങളൊന്ന് എന്താ പറയുക സൈഡും കൂടി, അതായത് സൈഡിലൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഓപ്പണിങ് കൊടുത്തിട്ടുള്ള ഭാഗം കൂടി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നമ്മുടെ നെക്കിന്റെ ഡിസൈൻ അതെടുക്കുക. അതെടുത്തിട്ട് അതിന്റെ രണ്ട് സൈഡിലായിട്ട് 2.5 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. കാരണം നമ്മൾ ഈ ഒരു ഷേപ്പിന് 2.5 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ 2.5 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ വേണം നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പീസ് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുക, പിൻ കുത്തി കൊടുക്കുക. കറക്റ്റ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ നമ്മൾ പിൻ കുത്തി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെന്റർ പോയിന്റും കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവ് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി സൈഡിലൊക്കെ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവും, അതായത് ക്യാൻവാസ് പേപ്പറിലുള്ള ക്ലോത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പിൻ കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് അവിടെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ അളവ് കറക്റ്റ് ആക്കിയിട്ട് പിൻ കുത്തി കൊടുക്കുക. അളവ് കറക്റ്റ് ആണ്, ആ വി ഷേപ്പ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അടുപ്പിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്റ്റിച്ച് കുറച്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ആ വി ഷേപ്പ് കറക്റ്റ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്, നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ കുറച്ച് ഷോ ബട്ടൺ കൂടി വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ നോർമൽ കുർത്തി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്